ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടപോലെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അശ്രദ്ധ കൊണ്ടാണ് ആ പണി കിട്ടിയത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാരണം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. നമുക്കറിയാം, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെടുത്താലും അവരുടെ കുറേ പോളിസി ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ചില പോളിസീസ് പറയും, നിങ്ങൾ ഇതൊക്കെയാണോ എന്ന് ചോദിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ കുറേ പേര് വായിക്കുമായിരിക്കും കേട്ടോ. പക്ഷേ മജോറിറ്റി ആൾക്കാരും അത് സ്കിപ്പ് ചെയ്ത് വിടും. നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു സംഭവം വേണം എന്നുള്ളൊരു മാത്രമേ മനസ്സിൽ കാണുള്ളൂ. അപ്പോൾ അവരുടെ പോളിസിയോ ഗൈഡ് ലൈൻസോ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മളതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്ത് നമ്മളങ്ങ് പോവുകയാണ് ചെയ്യാറ്. അതേ ഇത് തന്നെ നമുക്കറിയാം, യൂട്യൂബിൽ ഒരുപാട് പോളിസികളുണ്ട്, ഒരുപാട് അവർക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത് ഇന്നത് നിങ്ങൾ ഫോളോ ചെയ്യണം. ആസ് എ യൂട്യൂബർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്നൊരു രീതിയിൽ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ചില ആൾക്കാർ മാത്രം അത് വായിക്കും, ചിലരത് വായിക്കാതെ വിടും. എന്നിട്ട് എന്നെപ്പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും അത് കുത്തിയിരുന്ന് വായിച്ച് എന്തൊക്കെയാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്കിങ്ങനെ ഈ ഒരു പണി കിട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളായി, ഒരു ഓൾമോസ്റ്റ് ഒരു 2 മാസമൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു, ഒരുപാട് പേര് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മളെല്ലാവരും മിക്കവരും തന്നെ ഫാമിലി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, അറിയാത്ത ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച്, എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി ആർക്കും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മക്കളെ വെച്ചിട്ടൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ തംബ്നെയിൽ എനിക്ക് പ്രശ്നമായി. അങ്ങനെ എൻ്റെ ചാനലിന് ഏപ്രിൽ മാസം ഒരു വാണിംഗ് കിട്ടി. അങ്ങനെ വാണിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വാൺ ചെയ്യുന്നു, ഓക്കെ നിങ്ങൾ ഞങ്ങളുടെ ഒരു പോളിസി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്ന് ശരിക്കും പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു വരുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഇടുന്നു. വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ തംബ്നെയിലിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരു ഞങ്ങൾ ഉമ്മ കൊടുക്കുന്ന ഒരു തംബ്നെയിലായിരുന്നു അതിൽ ഇട്ടത്. ഓൺ ദി സ്പോട്ടിൽ ഒരു അത് അപ്ലോഡ് ചെയ്ത് പബ്ലിക്കായിട്ടൊരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ പോളിസി ഗൈഡ് ലൈൻസിനൊക്കെ ബ്രേക്ക് ചെയ്തു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, ഇത് ഫസ്റ്റ് വാണിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പോൾ അതൊരു വിസിലടിക്കുന്ന ഒരു ഒരു ഇമോജി ഉണ്ട്, വിസിലടിക്കുന്ന വാണിംഗ് കൊടുക്കുമ്പോൾ വിസിലടിക്കൂലേ, അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കയറി നോക്കുന്നത്, എന്താണ് പ്രശ്നം, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് കയറി നോക്കിയപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബ് കുട്ടികൾക്ക് ഭയങ്കര സേഫ്റ്റി അവർ തരുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് ഒരു രീതിയിലും നെഗറ്റീവ് വരുന്ന രീതിയിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനോ കാര്യങ്ങൾ മുന്നോട്ട് പോകാനോ യൂട്യൂബ് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അതപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, കൊച്ചുങ്ങളെ ഒരിക്കലും ഹാംഫുള്ളോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് ഇടരുത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് പെരുന്നാൾ അല്ലെങ്കിൽ ദീപാവലി ഇങ്ങനെയുള്ള നമ്മുടെ ആഘോഷങ്ങൾ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കാറുണ്ട്, കമ്പിത്തിരി പൂത്തിരി പോലുള്ളതൊക്കെ കൊച്ചുങ്ങളുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാനേ പാടില്ല. കൊച്ചുങ്ങളുടെ കയ്യിൽ ഇതിനെ അവർ കാണുന്നത് ഹാംഫുൾ ആയിട്ടുള്ള ആക്റ്റായിട്ടാണ് കാണുന്നത്. അതായത് കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ള ആക്റ്റായിട്ട് പരിഗണിക്കുകയും ചാനൽ തന്നെ ഡിലീറ്റ് ആയി പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഹാംഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളതോ പ്രവൃത്തികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കരുത്. അതേപോലുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ നിർത്തുകയും ചെയ്യരുത്. ഇപ്പം അത്യാവശ്യം ഒരു മതിലിൻ്റെ മണ്ടയ്ക്ക് കൊച്ചുങ്ങളെ ഇരുത്തിയിട്ടുള്ള വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് വരും. അതേപോലെ നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള സ്ഥലത്ത് കൊച്ചുങ്ങളെ കൊണ്ടുപോയി നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ലായിരിക്കും. എന്നാലും ഇതിനെ ചാനൽ നെഗറ്റീവായിട്ട് എടുത്ത് നമുക്ക് പണി കിട്ടും. മറ്റൊന്നാണ്, കുട്ടികളെ
വൾഗറായിട്ടുള്ള രീതി അല്ലെങ്കിൽ മറ്റ് മോശപ്പെട്ട രീതിയിൽ കുട്ടികളെ ചിത്രീകരിക്കാതിരിക്കുക എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികളെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രസ്സ് കാണില്ല. പക്ഷേ അങ്ങനെ വലിയൊരു കൊച്ചു കുട്ടീനെയാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഡ്രസ്സ് ഇല്ലെങ്കിൽ അതും നമ്മുടെ പോളിസി വയലൻസ് ആണ് എന്നാണ് പറയുന്നത്. ആൽക്കഹോൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ ഇടയ്ക്ക്, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തീയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, പിന്നെ എന്തെങ്കിലുമൊക്കെ കത്തി പോലുള്ളതൊക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പോളിസി വയലേഷനാണ്. കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിച്ചാലും അവരുടെ പ്രോപ്പർ പ്രായത്തിനനുസരിച്ചുള്ള കാര്യമല്ല ആ കുട്ടിയെ കൊണ്ട്. ഇപ്പോൾ കാർട്ടൂണിൻ്റെ കാര്യമാണെങ്കിൽ പോലും കുട്ടികളെ കൊണ്ട് അവരുടെ പ്രായത്തിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ചെയ്യിക്കുന്നെങ്കിൽ എല്ലാം നമ്മുടെ അത് പോളിസി വയലേഷനിൽ പെടുന്നതാണ്. കുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ അവരെ ഒരിക്കലും ഒരു ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ കളിയാക്കലുകൾ, അവരെ ഭീഷണിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്, അവരെ വളരെയധികം തേജോവധം ചെയ്യുക എന്ന് പറയില്ല, ആ ടൈപ്പ് ഓഫ് വീഡിയോസും നമ്മുടെ പോളിസികളും കാര്യങ്ങൾക്കുമൊക്കെ എതിരാണ്. അതുപോലെ ലൈവിൽ കുട്ടികളെയൊക്കെ കാണിക്കുവാണെങ്കിൽ ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്കായിട്ട് കാണിക്കരുത്. എപ്പോഴും ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാൾ അടുത്തുണ്ടായിരിക്കണം. കാണിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അഡൽട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും അടുത്തുണ്ടായിരിക്കണം. അപ്പോൾ മൊത്തത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും വയലൻസ്, ഡ്രഗ് പോലുള്ളത് കുട്ടികളെ വെച്ച് ചെയ്യുകയോ അപകടകരമായിട്ടുള്ള ഫയർ വർക്കുകൾ, ആംസ് ഉപകരണങ്ങൾ ഒന്നും കൈക്കൊടുത്ത് കുട്ടികളെ ചെയ്യാതിരിക്കുക. അപകടകരമായുള്ള സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ അപകടകരമല്ലായിരിക്കാം, പക്ഷേ യൂട്യൂബ് നോക്കുമ്പോൾ അത് അപകടകരമാണ്. ജസ്റ്റ് ഒഴുക്കുള്ള വെള്ളത്തിൻ്റെ അവിടെ പോലും കുട്ടികളെ കൊണ്ടു നിർത്തിയാൽ പ്രോബ്ലമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും ഒരിക്കലും തമ്പനയിൽ വരാനും പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും തമ്പനയിൽ, ഇപ്പോൾ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നു, അമ്മയും കുഞ്ഞും ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ ഉമ്മ കൊടുക്കുന്ന ആ ഒരു ഇതുപോലും നമ്മൾ തമ്പനയിൽ ഇടരുത്. അപ്പം ഞാൻ ഇട്ടത് കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന ഒരു തമ്പനയിൽ ഇട്ടു, അത് ഇട്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ വീഡിയോയ്ക്കകത്ത് ഒരു കോമഡി ആയിട്ടുള്ളതായിരുന്നു, പക്ഷേ ആ ഒരു മദർ എന്താ പറയുക, സൺ ബോണ്ടിന് വേണ്ടി ഞാൻ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോ തമ്പനയിലാക്കിയിട്ടു. കുട്ടികളെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വാണിംഗ് വന്ന ഓൺ ദി സ്പോട്ടിൽ വീഡിയോസ് അവർ ഡിലീറ്റും ആക്കി. അപ്പോൾ നമുക്ക് അപ്പീൽ ചെയ്യാം. ഇനി നമുക്കറിയാം ഒരുപാട് ഇപ്പോൾ എല്ലാ AI കമ്പ്യൂട്ടർ ടെക്നിക്സ് കൊണ്ടാണ് ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തെറ്റായിട്ടുള്ള സംഭവിച്ചാണെങ്കിൽ നമുക്കത് അപ്പീൽ ചെയ്യാം. ഞാൻ അങ്ങനെ അപ്പീൽ ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് മദറും സണ്ണും തമ്മിലൊരു ബോണ്ടാണ്, കെയർ ആണ്, ലവ് ആണ്, അഫെക്ഷൻ ആണ് കാണിക്കാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് മെയിലൊക്കെ ചെയ്തു. പക്ഷേ അത് അവർ സ്വീകരിച്ചില്ല. കാരണം വെച്ചാൽ അതൊരു പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് ബ്രേക്കാണ് ഞാൻ ചെയ്തത്. കാരണം ഫോട്ടോ തമ്പനയിലാക്കരുതെന്ന്, അതുകൊണ്ട് അവർ സ്വീകരിക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരത് സ്വീകരിച്ചില്ല. ഇപ്പം നമുക്ക് വാണിംഗ് കിട്ടി. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ത്? ഇത് നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും? ഒന്നാമതായിട്ട് വാണിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളൊരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഓർക്കുക ഇനി ചെയ്യരുത് എന്നുള്ളൊരു വാണിംഗ്, ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. അതിനെ നമ്മൾ മാനിച്ചു കഴിഞ്ഞാൽ അല്ലെ അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വാണിംഗ് കിട്ടുമ്പോൾ തന്നെ അവർ പറയും നമുക്കൊരു ട്രെയിനിങ് ഉണ്ട്, അതിൽ പങ്കെടുക്കാം. അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ 90 days 90 ദിവസം കഴിയുമ്പോൾ ഈ വാണിംഗ് ക്യാൻസലായി പോകും, പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. അവരൊരു 10-15 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പോൾ 7 ആവാം, ഞാൻ മറന്നുപോയി, 7 ആണോ 15 ആണോ എന്ന് മറന്നുപോയി. ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ ഏത് പോളിസിയാണോ ബ്രേക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇങ്ങനെ കുട്ടികളെ ഇവിടെ കാണിക്കുന്നത് നല്ലതാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താ, ശരിയാണോ തെറ്റാണോ, യെസ് ഓർ നോ, ഇതാണ് ചോദിക്കണത്. ഇങ്ങനെയുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് വിട്ടാൽ മതി. അങ്ങനെ അതുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഇത്ര ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി. ഇനി എങ്ങാനും നമ്മുടെ ആൻസർ തെറ്റാണെങ്കിലും കുഴപ്പമില്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും, നമ്മൾ എങ്ങനെയും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ അവർ മെസ്സേജ് വിടും, മെയിൽ വിടും, നിങ്ങളുടെ വാണിംഗ് ഇന്ന മാസം ഇത്രാം തീയതി ആകുമ്പോൾ 90 ദിവസം ആകും, അന്നത്തോടെ ഇത് ക്യാൻസൽ ആകുമെന്ന് പറഞ്ഞ് മെസ്സേജ് വിടും. അപ്പോൾ നമ്മളിങ്ങനെയൊരു ട്രെയിനിങ് പീരീഡ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാണിംഗ് ഓൾറെഡി നമുക്ക് കിടക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് വാണിംഗ് ഉണ്ട്. ആ ഒരു പീരീഡിൽ ഇതേ പോളിസി തന്നെ നമ്മൾ പിന്നെയും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് സ്ട്രൈക്കാണ്. ഫസ്റ്റ് സ്ട്രൈക്ക് വരും. ആ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ 7 ദിവസത്തേക്ക് 1 വീക്കിലേക്ക് നമുക്ക് യാതൊരു കാര്യങ്ങളും യൂട്യൂബിൽ ചെയ്യാൻ സാധിക്കുകയില്ല. വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ലൈവ് ഇടാനോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. 7 ദിവസത്തേക്ക് നമ്മൾക്ക്
നമുക്ക് അവിടെ ഫ്രീസ് ആകും. അങ്ങനെ 3 തവണ നമുക്ക് സ്ട്രൈക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ എന്നേക്കുമായി ടെർമിനേറ്റ് ചെയ്യപ്പെടും. അവർ പ്രത്യേകം ഈ പോളിസികളുടെ അടിയിൽ പറയുന്ന കാര്യമുണ്ടോ, കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അതിനെ പൊറുക്കുകയില്ല എന്ന് കറക്റ്റായിട്ട് അവർ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞു കുട്ടികളെ നല്ല രീതിയിൽ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടാകാൻ ഇവർ സമ്മതിക്കില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരത് വെച്ച് ഉറപ്പിക്കില്ല, നമുക്ക് ഓൺ ദ സ്പോട്ടിൽ പണി തരികയും ചെയ്യും കേട്ടോ. ഇനി ഈ വാണിംഗ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ഡയറക്റ്റ്ലി നമുക്ക് ചാനലിന് പ്രശ്നം എന്തോ ഉണ്ടാകുകയില്ല. ഈ പറഞ്ഞ പോലെ 90 ഡേയ്സ് നമ്മുടെ YT സ്റ്റുഡിയോ ഗൂഗിളിൽ കയറി നോക്കുമ്പോൾ, ഗൂഗിൾ ക്രോമിൽ കൂടെ കയറി നോക്കുമ്പോഴുള്ള YT സ്റ്റുഡിയോയിൽ വാണിംഗ് എന്ന് പറഞ്ഞ് എഴുതി കിടക്കും. കാരണം നമ്മൾ ഒരു സംഭവം ബ്രേക്ക് ചെയ്തു, അത് എന്നത്തേക്കുള്ള ഓർമ്മയ്ക്കായിട്ട് വാണിംഗ് എന്ന് പറഞ്ഞ് കിടക്കും. 90 ഡേയ്സ് കഴിയുമ്പോൾ അത് പോകും, വേറെ പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ ഈ 2 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂസിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകും. കാരണം നമ്മളൊരു കാര്യം ബ്രേക്ക് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇതെന്ന നിലയിൽ അവരധികം നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്തൊന്നുമില്ല. നമ്മുടെ ലൈവിലൊക്കെ ആണെങ്കിലും ആൾക്കാർ വരുന്നത് കുറയും, പെട്ടെന്നൊരു കുറവായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. അല്ലാതെ നമ്മുടെ ചാനൽ അടിച്ചു പോവുകയോ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഇതേ കാര്യങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പോകും. ഇനി എങ്ങാനും നമ്മൾ വാണിംഗ് പീരീഡ് ഒക്കെ കംപ്ലീറ്റ് ആക്കി നമ്മുടെ 90 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു പോളിസിയിലാണ് എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾക്ക് കോപ്പിറൈറ്റ് വല്ലതും വന്നു, ഇപ്പോൾ നമ്മൾ ചെയ്തത് മറ്റൊരു തെറ്റാണ്, അങ്ങനെ വന്നാൽ നമുക്ക് ഫസ്റ്റായിട്ട് പിന്നെയും വാണിംഗ് ആണ് കിട്ടുന്നത്. ഒരിക്കലും നേരെ മറ്റൊരു കാര്യത്തിലാണ് നമ്മൾ ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്കൊരിക്കലും നേരെ സ്ട്രൈക്കല്ല കിട്ടുന്നത്, വാണിംഗ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇതാണ് വാണിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം ഫാമിലി വീഡിയോസ് ചെയ്യുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളെ വെച്ച് ചെയ്യുന്നവർ ഉറപ്പായും ശ്രദ്ധിക്കുക. ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾക്കറിയാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്, കൊണ്ടുവരുന്നത്, നമ്മുടെ സബിനെ കൂട്ടുന്നതൊക്കെ നമുക്കെല്ലാവർക്കും മോണിയാവണമെന്നും ഒക്കെ ഉള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പാകപ്പഴ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ ചാനലിന് യാതൊരു തരത്തിലുള്ള ദോഷം ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരെയും നല്ല രീതിയിൽ കയറി വരട്ടെ. എല്ലാവർക്കും മോണിയൊക്കെ ആയി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. ബൈ.